വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫിഷ് റെസിപ്പി ആയിട്ടാണ്. ഫിഷ് മോളി. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടി 3 കരിമീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ വരും ഇതൊന്ന് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, ആവശ്യത്തിന് ഉപ്പ്, ഇനി കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 2 ടീസ്പൂൺ. അത് മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മീനെല്ലാം വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഇത് കറിയിലേക്ക് ഇട്ട് വേവിക്കാനുള്ളതാണ്. ആ സമയത്ത് കുറച്ച് കട്ടിക്ക് നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ നിൽക്കട്ടെ. ഇനി ശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മീനെല്ലാം ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഒരു ഭാഗം മുരിഞ്ഞ ശേഷം മാത്രം നമ്മളൊന്ന് തിരിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോകും. ഇപ്പോൾ ഈ മീനെല്ലാം ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇതെല്ലാം കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കി കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു പച്ചമണം മാറുന്നവരെ ഒരു 2-3 മിനിറ്റ് 3 മിനിറ്റ് മതിയാവും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു സവോളയാണ്. ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക, ഒരു മീഡിയം സൈസുള്ള സവോള. കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 6 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ തന്നെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും. നമുക്ക് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, അത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒരു 2 മിനിറ്റ് മതി. നമ്മളിത് മൺചട്ടി ആകുമ്പം ആ ചൂട് അതിൽ നിൽക്കുമല്ലോ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കാഷ്യൂ പേസ്റ്റ് ആണ്. ഒരു 10 കാഷ്യൂസ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തേങ്ങയുടെ 2ാം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ആദ്യം. ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ ഒരു അടച്ചു വെച്ച് വേവിച്ചാൽ മതി. നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടും. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം മീനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ കയ്യിൽ വെച്ച് സ്പൂൺ വെച്ചൊക്കെ ചെയ്യുമ്പോൾ അത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ശേഷം ഇതിലേക്ക് കുറച്ച് തക്കാളി കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ചു വെച്ച് വേവിക്കുക. ആ ഒരു തക്കാളി ഒന്ന് സോഫ്റ്റ് ആവണ വരെ. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1ാം പാൽ ചേർത്ത ശേഷം നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മൺചട്ടിയിലായത് കാരണം ചൂട് അതിൽ ഉണ്ടാവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.